വെൽക്കം ടു ഡ്രീം ട്രാവൽ ആർജെ. ഇന്ന് ലൂക്കായുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്ന് ജൂലൈ 25 അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു രീതിയിലുള്ള ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ ഞാൻ സെലിബ്രേഷൻ്റെ ഓരോ ഡെക്കറേഷനും കാര്യമൊക്കെ ചെയ്തതിന് ശേഷം ചെറിയൊരു വീഡിയോ അത് ഷൂട്ട് ചെയ്തു. അപ്പോൾ വലിയ ഒരു സെലിബ്രേഷനൊന്നും ആക്കിയില്ല. അത്യാവശ്യം ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ളവരും വൈഫിൻ്റെ വീട്ടിൽ നിന്നുള്ളവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പുറത്തുള്ള ഒന്ന് രണ്ട് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആൻറ്റിമാരും വന്നിട്ടുണ്ടായിരുന്നു. വേറെ ആരും തന്നെ നമ്മൾ വിളിച്ചിട്ടില്ല. വിളിക്കാൻ കാര്യം വേറൊന്നുമല്ല, അവനിപ്പം ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അതായത് 1 വയസ്സേ ആയിട്ടുള്ളൂ. ഈ 1 വയസ്സിൽ നമ്മൾ ഒത്തിരി വലിയ സെലിബ്രേഷനും കാര്യമൊക്കെ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും അവൻ വളർന്നു വരുമ്പോഴത്തേക്ക് അവനൊരു ഓർമ്മ പോലും കാണത്തില്ല. അപ്പം ചെറിയൊരു നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇപ്പോൾ ആക്കുക. വളർന്നു വരുമ്പോഴത്തേക്കും അവന് അവൻ്റേതായ രീതിയിൽ ആ സമയത്ത് നമുക്ക് പിന്നെ ചെയ്തു കൊടുക്കാം. നല്ല വലിയ രീതിയിൽ വേണമെങ്കിലും സെലിബ്രേഷൻ. ഇപ്പോൾ കുഞ്ഞു രീതിയിൽ വീട്ടിനകത്ത് തന്നെ ഞങ്ങളുടെ 2 വീട്ടുകാർ മാത്രം ഒത്തുകൂടുന്ന ഈ ഒരു കുതിരയുടെ കണക്കത്തുള്ളത് എൻ്റെ ഓഫീസിൽ നിന്ന് തന്നെയാണ്, അവന് ഗിഫ്റ്റ് തന്നെയാണ്. പിന്നെ ബാക്കിയൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ വൈകുന്നേരം പോയി വാങ്ങിച്ചതാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു ടോണി, അവനൊക്കെ ആയിട്ട് ഞങ്ങൾ അത് ബലൂൺസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ കേക്കിനായാലും ഞാൻ വലിയൊരു എക്സ്പെൻസിനുള്ള കേക്കിനുള്ളതൊന്നും പോയില്ല. ഹാപ്പി ബർത്ത്ഡേ ലൂക്കാന്ന് എഴുതി ഒരു 700 റുപ്പീസിൻ്റെ ഒരു കേക്കായിരുന്നു വാങ്ങിച്ചത്. അത് ഒരു കൊല്ലത്തുള്ള നമുക്കറിയാവുന്ന ഒരു അങ്കിളിൻ്റെ ബേക്ക് ഹൗസിൽ നിന്ന് തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. പുള്ളിയെടുത്ത് ജസ്റ്റ് പറഞ്ഞു ഒരു കേക്ക് വേണമെന്നേ പറഞ്ഞോളൂ, അല്ലാതെ ഇന്ന കണക്കൊന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്കൊരു കേക്ക് വേണം, വലിയ നോർമൽ ഒരു കേക്ക് മതി, വലിയ മധുരം വേണ്ട, ഒരു നോർമൽ മധുരത്തിനെന്ന് പറഞ്ഞു. ഇത് എൻ്റെ അളിയൻ്റെ അമ്മയായിരുന്നു. പിന്നെ അടുത്തതായിട്ട് വന്നത് ഇത് മേരി ആൻറ്റി, എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയെ കണക്ക് തന്നെയാണ്. എന്തുണ്ടെങ്കിലും ആൻറ്റി ഞങ്ങളുടെ കൂടെ കാണും. ഇതിനകത്ത് എൻ്റെ അമ്മയുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്, സിസ്റ്ററിൻ്റെ എൻ്റെ പെങ്ങളുടെ മോള് സാൻഡ്ര, ലൂക്ക. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ചെറിയ 1-2 ഫോട്ടോസും നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ നിന്ന് അവരവർ വന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ട്രൈ ചെയ്ത് നോക്കി ഈ ഹാപ്പി ബർത്ത്ഡേ ക്യാപ്പ് അവൻ്റെ തലയിൽ വെക്കാൻ. അവൻ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ആ ക്യാപ്പ് അവൻ തലയിൽ ഒട്ടും വെക്കുന്നില്ലായിരുന്നു. അവ അതെടുത്ത് മാറ്റി മാറ്റി കളയുമായിരുന്നു. പിന്നെ അവനത് കൈ പിടിച്ച് കളിക്കാനുള്ളൊരു ധൃതിപ്പാടായിരുന്നു, തലയിൽ വെക്കാനുള്ളൊരു ഇതും സമ്മതിക്കുന്നില്ലായിരുന്നു. പിന്നെ എന്തായാലും ഞങ്ങൾ ആ ഒരു ശുഭമുഹൂർത്തത്തിലോട്ട് എത്തി, അതായത് കേക്ക് കട്ടിങ് ചടങ്ങ്. അപ്പം മോന് പകരം മെഴുകുതിരിയൊക്കെ ഊതി അണച്ചത് ഞാനായിരുന്നു. അതിനുശേഷം ഞാനും അവളും അവൻ്റെ കൈ പിടിച്ച് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്തു. അത് കട്ട് ചെയ്തപ്പോഴത്തേക്ക് അവൻ വേറെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവൻ വൈഫിൻ്റെ ചേച്ചീനെയും പിള്ളേരെയും എൻ്റെ ഫാമിലി അവരൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നതും ഒക്കെ കേട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഒന്നുകൂടി
കുഞ്ഞാവേ എടുത്ത് ഓടി പോവല്ലേ അതിലോട്ട് വെച്ച് വെക്കുന്ന 8, 7, 6, 5, 4, 3, 2, 1, 0. ഒന്നുകൂടി ഇത് രജനി ചേച്ചിയും മോനുമാണ്. കേക്കെല്ലാം കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ചേച്ചി വന്നത്. ചേച്ചി ഇച്ചിരി തിരക്കായിരുന്നു. അവന് ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നത്. അവന് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ ചേച്ചി കൊടുത്ത ഗിഫ്റ്റെല്ലാം പൊളിച്ച് വാരി എടുക്കുകയാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അത് പൊളിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തു. ഒരു കാറായിരുന്നു, വലിയൊരു കാറ്. പിന്നെ അത് വെച്ച് കളിക്കാനുള്ള തിരക്കായിരുന്നു അവൻ്റെത്. പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു. ഞാനും മോനും ചിഞ്ചുവും ഞങ്ങൾ മൂന്നുപേര് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഫോട്ടോസെല്ലാം ഞാൻ കുറച്ച് ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോക്കകത്ത് തന്നെ. ഇത് എൻ്റെ പപ്പായും അമ്മയും സാൻഡ്രയും, അവർ മൂന്നുപേരും ആണിത്. ഇത് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എടുത്ത ഫോട്ടോസാണ്.
ചെറിയ ഇത്. അവൻ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു, കൈ കെട്ടുന്ന സൗണ്ടും അതുമൊക്കെ ആയിട്ട്. ഇത് ചിഞ്ചുവിൻ്റെ അമ്മയാണ്. ചിഞ്ചുവിൻ്റെ അമ്മ കേക്ക് കട്ട് ചെയ്ത് എൻ്റെ വായിൽ വെച്ച് കൊടുത്തത്. ഇത് ചിഞ്ചുവിൻ്റെ പപ്പായാണ്. പപ്പ ഒരിത്തിരി എത്താൻ ലേറ്റായി പോയി. ഒത്തിരി ഫോട്ടോസൊന്നുമില്ല, നമ്മൾ ആകെ ഉണ്ടായിരുന്നവർ മാത്രം എടുത്ത ഫോട്ടോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രം ഞാനിത് ജസ്റ്റ് ഇട്ടു. ഇത് ചിഞ്ചുവിൻ്റെ ചേച്ചിയാണ്. അവർ രണ്ടുപേരാണ്, ഒരു ചേച്ചിയും അവളും. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ചേച്ചിയുടെ മൂത്ത മോളാണ് വാവച്ചി.